നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന സാരിയുടെ സ്റ്റഫ്, കളറ് ഇതെല്ലാം ഓൾറെഡി ഒരിക്കൽ കാണിച്ച ഭയങ്കരമായിട്ട് ആൾക്കാർ ചോദിച്ച ഒരു സാരിയാണ്. ഈ സാരിയുടെ പേരിൽ ഓരോരുത്തർക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾ ആശിച്ച് മോഹിച്ച ഒരു സാരി ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. എന്തിനാണ് എനിക്കൊന്ന് കണ്ണൂർ ഭാഷയാണെന്ന് തോന്നുന്നത്. ഈ ഇച്ചിരി സ്റ്റോക്കും വെച്ചുകൊണ്ട് സാരി ഇടണമെന്ന് പറഞ്ഞുകൊണ്ട് രസമുണ്ട് കേൾക്കാൻ, പക്ഷേ രോഷം കൊള്ളുക. എന്നാന്നറിയോ, അപ്പം ഞാൻ റിപ്ലൈ ഇട്ടു, സ്റ്റോക്ക് കിട്ടാതെ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, സ്റ്റോക്ക് കിട്ടാത്ത സാധനം നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവരും എന്ന് പറഞ്ഞ് കഥ പറഞ്ഞ് കേൾപ്പിക്കുകയല്ല. ആ സാരിയുടെ പ്രിൻ്റ് വ്യത്യാസത്തിൽ, ഡിസൈൻ വ്യത്യാസത്തിൽ വന്നിരിക്കുന്ന സാരി, സെയിം സ്റ്റഫ്, സെയിം സാധനം, എല്ലാം സെയിം, പക്ഷേ ഡിസൈനിൽ മാത്രം ചെറിയ വ്യത്യാസം. ഈ സാരി മേടിച്ചവർക്കോ അന്ന് കണ്ടവർക്കോ നല്ല ഓർമ്മയുണ്ടായിരിക്കാം. അന്ന് ഒരു അജ്രക്കിൻ്റെ പോലത്തെ ഒരു പ്രിൻ്റൊക്കെയാണ് വന്നത്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു പ്രിൻ്റാണ്, സെയിം സ്റ്റഫാണ്. ഞാനപ്പോൾ പറഞ്ഞായിരുന്നു, ഈ ബിന്നി സിൽക്ക് എന്ന് പറഞ്ഞ ഒരു സാരിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അത് പ്യുവർ സിൽക്കാണ്. ഇതൊന്നാമതെന്ന് പറയും, നമ്മൾ പലരുടെയും ഈ സാരിയൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ്പെക്റ്റേഷൻ വേറെയാണ്. ഇപ്പം നമ്മളൊരു 390 രൂപയുടെ സാരി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ റേറ്റും കൂടെ വെച്ചിട്ടേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാവുള്ളൂ. അതിനെ അല്ലാതെ 5000 രൂപയുടെ സാരിയായിട്ടും 500 രൂപയുടെ 1000 രൂപയുടെ സാരിയായിട്ടും ഒന്നും കമ്പയർ ചെയ്യരുത് എന്നുള്ള കാര്യം ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. എന്നാലും ഞാനൊന്ന് പറയാം, ചിലരുടെയെങ്കിലും ഒരു ധാരണ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ദൈവം തമ്പുരാൻ്റെ കൃപ കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ വലിയൊരു നെഗറ്റീവ് ഫീഡ്ബാക്കിന് ചിലരെ ഒരു കാരണവശാലും നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. അത് നമുക്ക് നന്നായിട്ടറിയാം. ഇടഞ്ഞ് തുടങ്ങുമ്പോഴും നെഗറ്റീവ് അടിക്കുകയാണ്, അല്ല എനിക്കിഷ്ടമില്ല, പോട്ടെ. അപ്പോൾ ഇതിപ്പോൾ നല്ല ഡാർക്ക് മെറൂൺ കളർ കേട്ടോ. എന്താണ് വന്നിട്ട് ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ശരീരത്തോട് ചേർന്ന്, ഞാൻ ഒരെണ്ണം നൂർത്ത് കാണിക്കാവേ. കണ്ടോ, നല്ല കൊണ്ട് നടക്കാൻ. ബിന്നി സിൽക്ക് എന്ന് പറഞ്ഞ ഒരു സാരി ഉണ്ടായിരുന്നു, അതിന് നല്ല സിൽക്കി എഫക്റ്റാണ്, ഭയങ്കര ഗ്ലോ ആണ്, ഭയങ്കര തിളക്കമൊക്കെയാണ്. നല്ല റേറ്റ് 4000 തൊട്ട് അന്നത്തെ കാലത്ത്. ആ ഒരു റേറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, അന്നത്തെ കാലത്തെന്ന് പറഞ്ഞ് ഞാൻ കാലമൊന്നും പറയുന്നില്ല ഇപ്പം, എന്തിനാ അല്ലേ. എന്നിട്ട് അങ്ങനത്തെ ഒരു സാരി ഉണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ ശരീരത്തോട് പറ്റി കിടക്കുന്നതൊക്കെ ഞാൻ ഓർക്കും. എൻ്റെ എനിക്കൊരു ടീച്ചറുണ്ട്, ആനിയമ്മ ടീച്ചറിനൊക്കെ ഉടുക്കുന്ന ഞാൻ ഓർക്കും. പുള്ളിക്കാരത്തെ സ്ഥിരം ആ സാരി ഉടുക്കുള്ളായിരുന്നു. ഇപ്പം നല്ല സിൽക്കി, എന്നിട്ട് വരുന്നതോ നല്ല ഡീപ്പായിട്ടുള്ള കളറിലെല്ലാം വരുന്നത്. ഇപ്പം പച്ചയും മജന്തയും, അന്നത്തെയൊക്കെ ഒരു വലിയ ഇതായിരുന്നു. അപ്പം പച്ചയും മജന്തയും വന്ന് അതിൻ്റെ നല്ല ഡീപ്പ് കളറ് അങ്ങനെയൊക്കെ ആയിരുന്നു. ആ ഒരു മോഡൽ സാരിയോടാണ് എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. അത്രയ്ക്ക് മേത്തോട്ട് നല്ല പറ്റിക്കിടക്കും, മാനേജ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള സാരി. ഇതെടുത്തവർ ചോദിച്ചു, ഒന്നും കൂടെ കിട്ടുമോ, രണ്ടും കൂടെ കിട്ടുമോ. ഇത് കണ്ടപ്പോൾ ഒത്തിരി പേര് ജ്യോതിര അവർക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞു. വന്നിട്ടില്ല, ഇപ്പോഴാണ് വന്നത്. പക്ഷേ ഡിസൈൻ വ്യത്യാസമുണ്ട്, അന്ന് കാണിച്ചതുമായിട്ട് ഡിസൈൻ വ്യത്യാസമുണ്ട്. ബ്ലൗസ് വന്നിട്ട് ഇത് ഇങ്ങനെ വരും ബ്ലൗസ്. പിന്നെ ഞാൻ ഈ ബിന്നി സിൽക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു പേര് ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു, അതുമായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് ഇരിക്കരുത്. കാരണം ഇത് ഇത്രയും റേറ്റേ ഉള്ളൂ, അതിൻ്റെ ഉള്ള എക്സ്പെക്റ്റേഷനേ പാടുള്ളൂ. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന വിലയ്ക്ക് ഒട്ടും മോശമല്ല, ഒട്ടും പുറകോട്ട് പോയില്ലാത്തൊരു സാരി ഇത്. കാരണം നമുക്ക് റീസ്റ്റോക്ക് കിട്ടാൻ ഒത്തിരി ഞാൻ എന്നും ചോദിക്കും, ആ സാരി റീസ്റ്റോക്ക് വരുമോ. എന്താ ഗ്രീൻ ഷെയ്ഡ് എന്താണ് ഇങ്ങനെ ഡെയിലി യൂസിനോ ചെറിയ സെമി ഫങ്ഷൻ യൂസിനോ ഒക്കെ പറ്റും. പിന്നെ നല്ല ഒതുങ്ങി കിടന്നോളും, ഉടുക്കാനോ ഉടുത്ത് വയ്ക്കാനോ ഒന്നും ഒരു പാടുമില്ല. ബ്ലൗസ് എപ്പോഴും കാണിക്കണ്ടല്ലോ, ഒരേ ബ്ലൗസ്, സാരിയുടെ അതേ കളർ വരും, ബ്ലൗസിന് പ്രിൻ്റ് മാത്രം വ്യത്യാസം. ബോട്ടിൽ ഗ്രീൻ എന്താണ് ഇങ്ങനെ. ബ്ലൗസ് കൂടെ കാണിച്ചേക്കാം. ബ്ലൗസ് ഇതേ ഇങ്ങനെ കണ്ടോ, ഇത് വരും ബ്ലൗസ്. ഡാർക്ക് ടീൽ ബ്ലൂ, നേവി ബ്ലൂ ആയിട്ടൊരു സാമ്യതയുണ്ട്, എങ്കിലും ടീൽ ബ്ലൂ ആണ്. കണ്ടോ, അതിൻ്റെ സ്റ്റഫാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പ്രിൻറ്റിനെ കഴിഞ്ഞും അതിൻ്റെ സ്റ്റഫിനാണ്
ഇപ്പോൾ വിലയുള്ള സാരി ആണെങ്കിലും വില കുറഞ്ഞ സാരി ആണെങ്കിലും സ്റ്റഫ് നല്ലതാണെങ്കിൽ നമ്മൾ ഉടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലുക്ക് കിട്ടും. ഇപ്പോൾ എത്രയോ ആൾക്കാർ 4,000-5,000 സാരി വാങ്ങിച്ചിട്ട് പിന്നെ എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഒരിതുണ്ട്. നമ്മളിപ്പം 5,000 ഒരു സാധനം ഇടുമ്പോൾ നമുക്ക് സ്വയം നമുക്കെന്തോ ഒരു തോന്നലാണ്. നമ്മൾ വലിയ കൂടിയ സാധനം എടുത്തേക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഇതാണ്. പക്ഷേ ചില കളറുകളും അതിൻ്റെ കോമ്പിനേഷൻസും വരുമ്പോൾ നമുക്കൊരു അതൃപ്തി മനസ്സിൽ വരും അല്ലേ. ചില കളറുകൾ നമ്മളിപ്പോൾ എല്ലാ സെലക്ഷനും നമ്മുടെ ചൂസ് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ മനസ്സിനൊരു തോന്നലാണ്, ഇത് ഇത്രയും കൂടിയ സാരിയല്ലേ ഞാൻ ഉടുത്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഭംഗിയാണെന്നുള്ളൊരു തോന്നൽ വരും. അതുപോലെ തന്നെ വില കുറഞ്ഞത് മേടിക്കുമ്പോൾ എന്തോ ചുമ്മാ ഒരാവശ്യവും ഇല്ലാതെ ഭംഗി കുറവുണ്ടോ, ഞാൻ ഇച്ചിരി ഒരു രസമില്ലല്ലേ, ഇത് ഇത്രയല്ലേ, അതെല്ലാം വെറുതെ തോന്നല. അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് മാറ്റിയാക്കിയാൽ മതി. ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. ഇത് വേറെ ഡിസൈൻ, ആ സെയിം സ്റ്റഫ് സെയിം എല്ലാം ഡിസൈൻ വേറെ ചേഞ്ച് ചെയ്ത് ചെറിയ പൂക്കൾ വരുന്നത്, എന്താ പറയുന്നത്, ബോർഡറും വേറെ. ഇങ്ങനെ ഉണ്ടോ, താഴത്തെ ബോർഡറും ഇങ്ങനെ തന്നെ. മുന്താണി ഇതിങ്ങനെ, മുന്താണിക്ക് ഒരു അജറക്ക് പ്രിൻറ്റുമായിട്ടൊരു സാമ്യതയുണ്ട്. നേരത്തെ കാണിച്ച സാരിയുടെ പ്രിൻറ്റുമായിട്ട് നല്ല സാമ്യതയുണ്ട് മുന്താണിക്ക്. ബ്ലൗസ് ഇങ്ങനെ. ഇപ്പോൾ തന്നെ ഒരു വാടാമുല്ലയുടെ ഇച്ചിരി ഒരു ഡാർക്ക് ഷെയ്ഡ്. ഞാനേ ഒരുമാതിരി മുഖമൊക്കെ വീർപ്പിച്ച് പിണങ്ങി നിൽക്കുന്ന പോലെയല്ലേ നിൽക്കുന്നേ. ഇതിപ്പോൾ 4ാമത്തെ വീഡിയോ. എൻ്റെ കാല് വേദനിച്ച് ഒടിഞ്ഞു പോവുക. ഇതും കൂടെ കൊണ്ട് നിർത്തുക. പക്ഷേ എന്നാലും മടുത്തു. ഞാൻ തന്നെ ബലം പിടിച്ചെടുത്ത, ഇന്ന് എടുത്തിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞ് എടുത്താ. എന്തിനാണ് ഈ പരിപാടിക്ക് പോകുന്നതെന്ന് വെച്ചാൽ അടുത്ത 4 ദിവസം ഫ്രീ അല്ലേ. തവിട്ട കളറ്. എന്താണ് ഇങ്ങനെ കണ്ടോ, ബ്ലൗസ് ഇത്. ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡ്. കൂടുതലും ഈ ഒരു ഡിസൈനിലുള്ളതിനാണ് കളർ ചേഞ്ചുകൾ കൂടുതലുള്ളത്. കണ്ടോ, എന്താണ് ഇങ്ങനെ, എന്താണ് കാണിച്ച് ടാസിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നിറച്ചും ടാസിൽ, കുഞ്ഞു ടാസിൽ നിറച്ചും പിടിപ്പിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരുമാതിരി കാറ്റ് പോയ ബലൂൺ പോലെ നിൽക്കുന്ന കണ്ടിട്ട് ഇവർക്ക് സ്വൈര്യത കൊടുക്കുകയില്ലാത്തതല്ലേ ഞാൻ എന്നും വീഡിയോ എടുക്കുമ്പോൾ. ചൊറിഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഇവർ തന്നെ ചോദിക്കുക എന്തേലും ഒന്ന് പറയാൻ, മിണ്ടാതെ നിന്നിട്ടെ. എല്ലാവരും ഏതാണ്ട് ശോകമുഖത നിൽക്കുന്ന പോലെ നിൽക്കുന്ന. ഇതടുത്തത് ബോട്ടിൽ ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് കേട്ടോ. എന്താണ് ഇങ്ങനെ, വേറൊന്നുമല്ല, കാല് നന്നായിട്ട് വേദനിക്കുന്നത്. എനിക്കാണെങ്കിൽ ഒട്ടും നേരം നിൽക്കാൻ പറ്റത്തില്ല, എനിക്കെപ്പോഴും ഇരിക്കണം. അങ്ങനെ ഒരിതാണ്, അങ്ങനെ അങ്ങ് ഇതായിപ്പോയി. അതുകൊണ്ട് നിന്ന് കഴിയുമ്പോഴത്തേന് ഇരുന്നോണ്ട് വീഡിയോ എടുക്കണമെന്നാണ് തോന്നുന്നു ഇനി തൊട്ട്. നേവി ബ്ലൂ ഏറ്റവും കൂടുതൽ അതിൻ്റെ ആ സ്റ്റഫാകട്ടോ എന്നാ ഒരു ഇതാണെന്നറിയോ, നല്ല വില കൂടുതൽ തോന്നിക്കും സാരിക്ക്. കുറേ കൂടെ നമ്മൾ മുടക്കുന്ന വില കഴിഞ്ഞൊക്കെ നല്ലപോലെ വില കൂടുതൽ തോന്നിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ബ്ലൗസ് എപ്പോഴും കാണിക്കാത്ത ആ ബ്ലൗസ് തന്നെ കേട്ടോ, കളർ മാത്രമേ വ്യത്യാസപ്പെടുന്നുള്ളൂ. ബ്ലൗസിന് പ്രിൻ്റൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇതിപ്പോൾ വന്നിട്ടേ ഡാർക്ക് മെറൂണാണേ. പൊട്ടിച്ചെടുത്ത് അതിങ്ങനെ പിൻ ചെയ്താൽ വരുന്നേ, അതിൻ്റെ നൂല. ഡാർക്ക് മെറൂൺ. മുന്താണി ഇങ്ങനെ കണ്ടോ, ചുമ്മാ സാരി. പക്ഷെ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിലോ കല്ലേലോ അങ്ങനെയൊന്നും ചെയ്യരുത്. ഷാംപൂ വാഷ് അറ്റ്ലീസ്റ്റ് ചെയ്യാവുള്ളൂ. ഉടനെ ഒന്നും കഴുകേണ്ട കാര്യമൊന്നുമില്ല. ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് മുഷിഞ്ഞ് ഇതായി പോകുന്നൊന്നുമല്ല. സാരിയൊക്കെ ആരാ ഒന്നും കൊടുത്താൽ അന്നേരം കഴുകുന്നത്. പിന്നെ ഈ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പം
സാരിയൊക്കെ കഴുകിയത് മാത്രമേ ഉടുക്കാവുള്ളെങ്കിൽ അങ്ങനെ അതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം സാരികൾ. കഴുകാവുന്നതെടുത്തേ. ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്. മുന്താണി ഇങ്ങനെ. ഈ സാരിയുടെ ഹൈലൈറ്റ് ഞാൻ നോക്കിയിട്ട് മുന്താണിയാണ്. നല്ല ഭംഗിയുള്ള മുന്താണിയാണ്. ബോഡി അടുക്കാൻ നല്ല കേട്ടോ. ചെറിയ പൂക്കളല്ലേ, നല്ലതാണ്. എന്നും പോകുമ്പം ഭംഗിക്ക് കൊടുക്കാനും പിന്നെ വെറുതെ പുറത്തേക്ക് പോകുമ്പോൾ കൊടുക്കാനും അങ്ങനെയൊക്കെ പറ്റുന്ന ടൈപ്പ് സാരി. പർപ്പിളിൻ്റെ ഡാർക്ക് നല്ലല്ലേ? പർപ്പിളിൻ്റെ ഡാർക്ക്. എന്താണ് ഇങ്ങനെ ഇരുണ്ട് പോകത്തൊന്നുമില്ല. ഒരു ബോഡി ബ്ലൗസിലോട്ട് വരുമ്പോൾ നിറച്ചും പ്രിൻ്റ് അല്ലല്ലോ, ഇങ്ങനല്ലേ? അപ്പം നല്ല. അപ്പോൾ ഈ വീഡിയോയും കൂടെ കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ മാമാങ്കവും ഞങ്ങൾക്ക് ഇനി എവിടെയെങ്കിലും പോയി നിന്നിരിക്കണം. അടുത്ത് കുറേ സമയമായി തുടങ്ങിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സ് മാറണം. അധ്വാനിക്കണമല്ലോ അല്ലേ മനുഷ്യരെല്ലാവരും ലോകത്ത് തന്നെ. ഏത് സ്കൂളിൽ പോകുന്ന സമയം തൊട്ട് തുടങ്ങുക മനുഷ്യൻ്റെ അധ്വാനം തുടങ്ങുക അങ്ങോട്ട്. അങ്ങനെ തന്നെ ജീവിക്കണം, അധ്വാനിച്ച് തന്നെ ജീവിക്കണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ ആകുമ്പോൾ, ഇനി നാളെ എന്ന് പറയുന്ന ദിവസം വിമൻസ് ഡേയുടെ അന്നായിരിക്കും. അന്നൊരു സർപ്രൈസ് ഉണ്ട്, സ്പെഷ്യൽ വീഡിയോ ആണ്, കാണണം. താങ്ക് യു.